ഹൗ ടു പ്രിപ്പയർ എ ബീഫ് വരട്ടിയത്. നമുക്ക് ഇന്ന് ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ബീഫ് എടുത്തു വെക്കുക. പിന്നെ കഴുകി വെച്ച ബീഫിലേക്ക് അല്പം ബീഫ് മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഇതിന്റെ പൊടി ഇട്ടാലും പ്രശ്നമില്ല. അതേപോലെ തന്നെ മഞ്ഞപ്പൊടി, മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ചിട്ട് പൊടിച്ചതായാലും മതി, അതിന്റെ പാക്കറ്റ് കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ച പേസ്റ്റ്, ഇതെല്ലാം ഒന്നിച്ചിടുക. എന്നിട്ട് അതിനുശേഷം അല്പം വെള്ളം ഒഴിക്കുക. വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ 1 സ്പൂൺ വീതമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ മല്ലിയില, പുതിനയില, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത്ര ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ട മസാലപ്പൊടികളൊക്കെ ആ ബീഫിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്നത് നമുക്ക് ഉറപ്പ് വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത ബീഫ് കുക്കറിൽ ഒരു 9-10 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഈ ബീഫ് കുക്കറിൽ വേവുന്ന സമയം നമുക്ക് അല്പം മസാല തയ്യാറാക്കി വെക്കാം. ആദ്യം അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ തയ്യാറാക്കി വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ തിളക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. അതിനുശേഷം പിന്നീട് അതിലേക്ക് സവാള അരഞ്ഞിടുക. ഞാൻ ഇതിൽ 4 സവാളയാണ്, 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു 4 വലിയ സവാള നീളത്തിൽ അരഞ്ഞ് ഇതിലിടുക. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അല്പം അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് അല്പം തന്നെ ചേർത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ബീഫിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് മതിയായില്ലെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് സവാള വേവാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കുക. പിന്നീട് സവാള അല്പം ഉടഞ്ഞെന്ന് തോന്നുമ്പോൾ അതിലേക്ക് അരഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള തക്കാളി എന്നത് 3 എണ്ണമാണ്. 3 തക്കാളി അരഞ്ഞു വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടെണ്ണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാനില്ല, ഇത് രണ്ടെണ്ണം മാത്രമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വെന്ത് ഉടേണ്ട ആവശ്യമില്ല, കുറച്ച് ഒന്ന് മിക്സ് ആയാൽ മതി. ആ ഒരു സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ സവാള അതേപോലെ തന്നെ തക്കാളിയുള്ള ആ ഒരു ഫ്രൈയിലേക്ക് നമ്മുടെ ബീഫ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ബീഫിനെ ഇതിനോടൊപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സവാള ഈ ഒരു ബീഫിലേക്ക് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കാരണം നമ്മുടെ ബീഫിൽ ജസ്റ്റ് ഒന്നും വെള്ളം പോലും ആവാൻ പാടില്ല, ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഉള്ളിയൊക്കെ ബീഫിലേക്ക് മിക്സ് ആവുന്നോടം വരെ ഇതിനെ മിക്സ് ആക്കി എടുക്കുക. കാരണം നമ്മുടെ ബീഫ് വരട്ടിയതല്ലേ, അപ്പൊ നമ്മുടെ ബീഫിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ഉണ്ടായാൽ പോലും ആ ഒരു ബീഫിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അത് ഇതിനാൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ നമ്മുടെ ബീഫിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോകുന്നതാണ്. എന്നാൽ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് അപ്പത്തിന്റെ ഒപ്പം അതേപോലെ തന്നെ പൊറോട്ടയുടെ ഒപ്പം ഒക്കെ കഴിക്കുന്നത് ആഹാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ടാറ്റ, ബൈ ബൈ.